ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് പൃഥു മഹാരാജാവ് പ്രജകൾക്ക് ഭാഗവതധർമ്മം ഉപദേശിക്കുന്നതാണ്. ശ്രീ മൈത്രേയി പറഞ്ഞു, പൃഥു ചക്രവർത്തി പ്രാരബ്ധാനുസരണം വന്ന ഭോഗങ്ങളെ മോദഖേദങ്ങൾ കൂടാതെ അനുഭവിച്ചു. ധർമ്മസ്ഥാപകനായ പൃഥുവിൻ്റെ ആജ്ഞയെ പ്രജകളെല്ലാവരും ഒരുപോലെ അനുസരിച്ചു. വേദവിത്തുക്കളായ ബ്രാഹ്മണരിലും ശ്രീനാരായണ ഭൃത്യന്മാരിലും രാജാവിന് അധികാരം പ്രയോഗിക്കേണ്ടി വന്നില്ല. കാരണം അവർ സ്വതേ സദാചാരികളായിരുന്നു. പൃഥു ഒരിക്കൽ ഒരു മഹാസത്രം നടത്തി. അതിൻ്റെ വൈശിഷ്ട്യം ഹേതുവായി ദേവന്മാരും ബ്രഹ്മർഷികളും രാജർഷികളും അതിൽ സംബന്ധിച്ചു. സർവലക്ഷണ സമ്പന്നനായ പൃഥു ആ മഹാസദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പ്രസംഗിച്ചു. ബഹുമാന്യരും സാധുക്കളുമായ സദസ്യരെ, എൻ്റെ വാക്കുകളെ നിങ്ങൾ മനസ്സിരുത്തി കേട്ടാലും. ജിജ്ഞാസു തൻ്റെ അഭിപ്രായത്തെ സജ്ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് നിശ്ചയം വരുത്തിക്കൊള്ളണമല്ലോ. അതിനുവേണ്ടി പറയുന്നതാണ്, അല്ലാതെ നിങ്ങളെ ഉപദേശിക്കുകയല്ല. രാജാവായി നിയമിക്കപ്പെട്ട ഞാൻ ശിക്ഷരക്ഷകൾക്കും പ്രജകളെ സ്വധർമ്മനിഷ്ഠ ആക്കുന്നതിനും ബാധ്യസ്ഥനാണ്. ആ കടമയെ ഞാൻ ശരിയായി അനുഷ്ഠിച്ചാൽ കർമ്മസാക്ഷിയായ ഭഗവാൻ പ്രസാദിച്ച് പുണ്യലോകത്തെ തരും. അത് ചെയ്യാതെ രാജ്യഭോഗങ്ങളെ വാങ്ങി അനുഷ്ഠിക്കുക മാത്രം ചെയ്താൽ പ്രജകളുടെ പാപം ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, പൂർവ്വപുണ്യമൂലം സിദ്ധിച്ച ഐശ്വര്യങ്ങളും നഷ്ടപ്പെടും. അതിനാൽ പ്രജകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധാപൂർവം സ്വധർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യുവിൻ. തന്മൂലം നിങ്ങൾക്ക് ഇഹപര സൗഖ്യവും എനിക്ക് അനുഗ്രഹവും ലഭിക്കും. ഇത് ധർമ്മസമ്മതമാണോ എന്ന് ഇവിടെയുള്ള മഹാത്മാക്കൾ നിശ്ചയിച്ച് ഉപദേശിക്കണം. ധർമ്മധർമ്മങ്ങളുടെ ഫലദാതാവായി ഒരു ഈശ്വരൻ ഉണ്ടെന്നാണ് മഹാന്മാരുടെ നിശ്ചിത മതം. മനു, ഉത്താനപാദൻ, ധ്രുവൻ, അങ്കൻ, പ്രിയവ്രതൻ എന്ന എൻ്റെ പൂർവികന്മാരെല്ലാം ഈ അഭിപ്രായക്കാരാണ്. എൻ്റെ പിതാവായ വേനൻ മുതലായ ചിലർ പറയുന്നു ഈശ്വരനില്ലെന്ന്. അതുകൊണ്ട് മാത്രം ഈശ്വരനില്ലെന്ന് വരുമോ? ആ വിപരീത ബുദ്ധികളെക്കുറിച്ച് സത്തുക്കൾ സഹതപിക്കുന്നു. വിവേകികൾക്ക് ആർക്കും ഈശ്വരൻ്റെ അസ്തിത്വത്തിൽ സംശയമേ ഇല്ല. ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് മാത്രം സങ്കല്പിച്ച് ഫലേച്ഛ കൂടാതെ സ്വധർമ്മം ചെയ്യുന്തോറും ഭഗവത് ഭജനത്തിൽ രുചി വർദ്ധിക്കും. അത് ജന്മജന്മാന്തരങ്ങളിലുള്ള പാപവാസനകളെല്ലാം നശിപ്പിച്ച് മനസ്സിനെ പരിശുദ്ധമാക്കും. വീണ്ടും കാമവാസനകൾ മുളയ്ക്കുകയില്ല. വിഷയങ്ങളിൽ വെറുപ്പുണ്ടാകും. നിർമ്മലമായ മനസ്സിൽ ഭഗവത് സ്വരൂപം പ്രകാശിക്കും. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള അനുഭവജ്ഞാനം ഉണ്ടാകും. അതോടെ ഭക്തൻ ദുഃഖ സംസാരത്തെ സുഖമായി തരണം ചെയ്യും. അതിനാൽ സജ്ജനങ്ങളെ, നിങ്ങൾ സ്വധർമാനുഷ്ഠാനത്താൽ സകലാഭീഷ്ടമായ ഭഗവാനെ ഭജിക്കുവിൻ. ഭഗവാൻ ഗുണാതീതനാണ്. പരിശുദ്ധ ജ്ഞാനം മാത്രമാണ് തന്തിരുവടിയുടെ സ്വരൂപം. എങ്കിലും ജീവാനുഗ്രഹത്തിനായി യജ്ഞമായും യജ്ഞദ്രവ്യമായും കർമ്മങ്ങളായും മന്ത്രങ്ങളായും ഭവിച്ചിരിക്കുന്നു. എല്ലാ നാമരൂപങ്ങളും ഭഗവാൻ തന്നെ. ഭജിക്കുന്നവനും ഭജനവും ഭജനീയനവനും ഭഗവാൻ തന്നെ. ഈ അഭേദ്യ ഭാവനയോടുകൂടി ഭജിച്ചാൽ പരമാനന്ദ അനുഭവമുണ്ടാകും. ആ ആനന്ദവും ഭഗവാൻ തന്നെ. എൻ്റെ പ്രജകളിൽ ആരാണോ ഇപ്രകാരം ശ്രീഹരിയെ നിരന്തരം സേവിക്കുന്നത്, അവർ എനിക്ക് മഹത്തായ അനുഗ്രഹത്തെ ചെയ്യുന്നു. നിശ്ചയം തിദീക്ഷ കൊണ്ടും തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും ഭക്തി കൊണ്ടും മഹാതേജസ്വികളായി ഭവിച്ച ബ്രഹ്മജ്ഞന്മാരെ പൂജിക്കുന്നതിൽ ഞാൻ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. എന്തെന്നാൽ അവരെ പുരാണ പുരുഷനായ ശ്രീഹരിയും കൂടി നിത്യവും ആരാധിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് ഭക്തസങ്കടത്തെ നശിപ്പിക്കുവാനുള്ള സാമർഥ്യവും മഹത്തമന്മാരിൽ ഒരുനാമൻ എന്നുള്ള യശസ്സും ലഭിച്ചത് ബ്രഹ്മജ്ഞന്മാരുടെ മഹിമ വാക്കുകൾക്ക് അതീതമാണ്. ദേവതകൾക്കായി അഗ്നിയിൽ ഹോമം ചെയ്യുന്നതിനേക്കാൾ എത്രയോ അധികം ശ്രേഷ്ഠമാണ് ബ്രഹ്മജ്ഞന്മാർക്ക് സമർപ്പിക്കുന്നത്. പരമഹംസന്മാർ ഭഗവത് സ്വരൂപം തന്നെയാണ്. അവരെ സൽക്കരിക്കുന്നതിന് തൻ്റെ ഉത്തമ പൂജയായി ഭഗവാൻ സ്വീകരിക്കുന്നു. അവരുടെ പാദസരോജങ്ങൾ രേണുക്കളെ ഞാൻ ആയുഷ്കാലമെല്ലാം ശിരസിൽ ധരിക്കും. തന്മൂലം സകല പാപങ്ങളും നശിക്കും. സകല ഗുണങ്ങളും താനേ വരും. അതിനാൽ സാക്ഷാൽ ജനാർദ്ദനനും ഭക്തന്മാരും എന്നെ അനുഗ്രഹിക്കട്ടെ. ചക്രവർത്തിയുടെ വിശിഷ്ടമായ ധർമ്മോപദേശത്തെ ജനങ്ങൾ സാധുവാദം ചെയ്ത് സ്തുതിച്ചു. ഇത്ര യോഗ്യനായ പുത്രൻ മൂലം മഹാപാപിയായിരുന്ന വേനന് പുണ്യലോകം ലഭിച്ചു കഴിഞ്ഞു. ഈ ഭാഗ്യം തന്നെയാണല്ലോ പ്രഹ്ലാദന്റെ പിതാവായ ഹിരണ്യകശിപുവിന് ലഭിച്ചത്. രാജൻ, അച്യുതനിൽ ഈ വിധം ദൃഢശക്തി ലഭിച്ച അങ്ങ് ഭാഗ്യവാനാണ്. നിശ്ചയം അങ്ങ് ഞങ്ങളുടെ നാഥനായി വന്നതിൽ പ്രഭു ഞങ്ങളിലും പ്രസാദിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഈ വിധം ഉപദേശിച്ചത് ഉചിതം തന്നെ. കാരണം
ജീവകാരുണ്യം മഹാത്മാക്കളുടെ സ്വഭാവമാണ്. നഷ്ടദൃഷ്ടികളായ ഞങ്ങളെ അങ്ങ് സംസാരത്തിന്റെ മറുകരയെ എത്തിച്ചിരിക്കുന്നു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് സനൽകുമാരൻ പൃഥുവിന് നൽകുന്ന ജ്ഞാനോപദേശം എന്ന ഭാഗമാണ്. കേൾക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.